ഇറാൻ യുദ്ധം എന്നവസാനിക്കുമെന്ന് കൃത്യമായി പറയാൻ കഴിയാത്ത സാഹചര്യം. ഉടൻ തീരുമെന്ന് അമേരിക്കയും എപ്പോൾ തീരുമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഇറാനും പറഞ്ഞതോടെ അനിശ്ചിതാവസ്ഥയിലാണ് യുദ്ധത്തിന്റെ കാലാവധി. ആയുധങ്ങളും പടക്കോപ്പുകളുമായി നീങ്ങി ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ച അമേരിക്കയ്ക്ക് കാര്യമായ നേട്ടമുണ്ടായിട്ടില്ല. ഇറാനിലെ 5000-ലധികം സ്ഥലങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതിന്റെ കണക്ക് പറഞ്ഞ് ശൗര്യം കാട്ടുന്ന അമേരിക്കയ്ക്ക് ഇറാൻ ഭരണകൂടത്തെ തകർക്കാനോ ഇറാനിലെ ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനോ സാധിച്ചിട്ടില്ല. പുകൾപെറ്റ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇസ്രയേലിലും അമേരിക്കയുടെ സുഹൃത് രാജ്യങ്ങളായ ഗൾഫ് രാജ്യങ്ങളിലും ഇറാന് നാശമുണ്ടാക്കാനും കഴിഞ്ഞു. വെനസ്വലയിൽ മണിക്കൂറുകൾ കൊണ്ട് പ്രസിഡന്റിനെ പിടികൂടിയതുപോലെ ഇറാനെ 4 മിസൈലിട്ട് പേടിപ്പിച്ച് വരുതിയിലാക്കാം എന്നാണ് ട്രംപ് കരുതിയത്. പോരാട്ട വീര്യമുള്ള എതിരാളിയെ ട്രംപ് എന്ന ബിസിനസ്സുകാരൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല എന്ന് ചില അന്താരാഷ്ട്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നയതന്ത്രത്തിലോ സൈനിക സേവനത്തിലോ രാഷ്ട്രീയത്തിലോ പോലും പരിചയമില്ലാത്ത ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ ലോകത്തെ നിയന്ത്രിക്കാനുള്ള ശക്തി ലഭിച്ചാൽ ഇതൊക്കെയെ പ്രതീക്ഷിക്കാനാകൂവെന്നും ഇവർ പറയുന്നു. എന്തായാലും യുദ്ധത്തിന് മുന്നിൽ അമേരിക്ക പകച്ചു നിൽക്കുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇറാനെതിരെ പോരാടാൻ അമേരിക്കൻ ജനതയുടെ നികുതി പണമായ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ചിരിക്കുകയാണ് ട്രംപ്. ലോകമെമ്പാടും എണ്ണവില കൂടിയതും ട്രംപിന്റെ യുദ്ധമികവാണ് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഈ യുദ്ധം പല യുദ്ധങ്ങളുടെയും തുടക്കമാണ് എന്ന് പല രാജ്യങ്ങളും കരുതുന്നു. കാരണം ഈ യുദ്ധത്തിന്റെ ക്ഷീണം മാറ്റാൻ മറ്റ് യുദ്ധങ്ങൾ സഹായിക്കുമെന്ന് ട്രംപ് ചിന്തിക്കും. എപ്സ്റ്റീൻ ഫയൽസിലെ വെളിപ്പെടുത്തലുകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇറാനുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നത് എന്ന് അമേരിക്കയിൽ സംസാരമുണ്ട്. ഗ്രീൻലൻഡിലും ക്യൂബയിലും ട്രംപ് താൽപര്യം കാട്ടിയ സ്ഥിതിക്ക് USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെ ഇനി എങ്ങോട്ട് നീങ്ങും എന്നതും അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നു. ഭീഷണി തോന്നുന്ന രാജ്യങ്ങൾ യുദ്ധത്തിനും പ്രതിരോധത്തിനും തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അമേരിക്കൻ ആക്രമണത്തെ തടയുന്ന തരത്തിലുള്ള ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും സജ്ജമാക്കുന്ന തിരക്കിലാണ് ചില രാജ്യങ്ങൾ എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയം ചൈനയുടെ നീക്കങ്ങളാണ്. തായ്വാൻ വിഷയത്തിൽ ട്രംപ് ഇടപെടുമെന്ന് ചൈനയ്ക്ക് ആശങ്കയുണ്ട്. അതിനെ നേരിടാൻ അവർ തയ്യാറെടുക്കുന്നുമുണ്ട്. ഇറാനെതിരെയുള്ള യുദ്ധത്തിലാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ശ്രദ്ധയെങ്കിൽ ഭാവി യുദ്ധപദ്ധതി തയ്യാറാക്കുന്ന തിരക്കിലാണ് ചൈന. ഭാവിയിലെ അധികാര സന്തുലിതാവസ്ഥ രൂപപ്പെടുത്താൻ വഴികാട്ടിയാകുന്ന ഒരു രേഖ ചൈന പുറത്തിറക്കി. ചൈനയുടെ 141 പേജുള്ള 15ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ആ രേഖ. കഴിഞ്ഞ വ്യാഴാഴ്ച നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിൽ അവതരിപ്പിച്ച പദ്ധതി സാമ്പത്തിക സൈനിക ശക്തിയെ പുതിയ തലത്തിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. അതിനുതകുന്ന സാങ്കേതിക വിദ്യകൾ, ഉൽപ്പന്നങ്ങൾ, വ്യവസായങ്ങൾ എന്നിവയുടെ നിർമ്മാണം ഉറപ്പാക്കും. അങ്ങനെ അതാത് മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുക എന്ന വലിയ തന്ത്രമാണ് പഞ്ചവത്സര പദ്ധതിയിലുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് പദ്ധതിയുടെ ആണിക്കല്ല് എന്ന് പറയാം. അടുത്ത ദശകത്തിൽ സമ്പദ് വ്യവസ്ഥയുടെ ഭൂരിഭാഗത്തിലും AI ഉൾക്കൊള്ളാനുള്ള ശ്രമമാണ് ചൈനയുടേത്. ഹ്യൂമനോയിഡ് റോബോട്ടിക്സ് ഒരു പ്രധാന വ്യവസായമായി ചൈന നിശ്ചയിച്ചിട്ടുണ്ട്. 5 വർഷത്തിനുള്ളിൽ ഉൽപാദനം ഇരട്ടിയാക്കാനാണ് പദ്ധതി. സ്പേസ് എർത്ത് ക്വാണ്ടം ആശയവിനിമയ ശൃംഖലകൾ നിർമ്മിക്കാനും ന്യൂക്ലിയർ ഫ്യൂഷൻ ഗവേഷണം ത്വരിതപ്പെടുത്താനും ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് സാങ്കേതികവിദ്യകൾ മുന്നോട്ട് കൊണ്ടുപോകാനും പദ്ധതി ലക്ഷ്യമിടുന്നു. പഞ്ചവത്സര പദ്ധതിയുടെ സാമ്പത്തിക ലക്ഷ്യവും ശ്രദ്ധേയമാണ്. AI ബന്ധിതമായ വ്യവസായങ്ങൾക്ക് മാത്രം പദ്ധതി കാലയളവിൽ 10 ട്രില്യൺ യുവാൻ അഥവാ 130 ലക്ഷം കോടി രൂപയുടെ അധിക നിക്ഷേപം നടത്തും. ഒരു സംയോജിത ദേശീയ വ്യാവസായിക മുന്നേറ്റത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഹ്രസ്വകാല നേട്ടത്തെക്കാൾ ദീർഘകാല സാമ്പത്തിക ശക്തി കെട്ടിപ്പടുക്കുകയാണ് ചൈനയുടെ ലക്ഷ്യം. ഇതൊരു സാമ്പത്തിക പദ്ധതിയേക്കാൾ ഉപരി ഒരു യുദ്ധ പദ്ധതിയാണ് എന്ന് വിദഗ്ധരും നിരീക്ഷിക്കുന്നു. വളരെ വിശാലമായ മേഖലകൾ ഉൾക്കൊള്ളുന്നതാണ് ചൈനയുടെ തന്ത്രം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വ്യാവസായിക രംഗം മുതൽ സേവനങ്ങൾ വരെയുള്ള മുഴുവൻ സമ്പദ് വ്യവസ്ഥയിലും വ്യാപിപ്പിക്കും. റോബോട്ടിക്സ് വ്യാവസായിക ഉൽപാദനം വർദ്ധിപ്പിക്കും. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബഹിരാകാശ അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രധാനമായി നൂതന ഇലക്ട്രോണിക്സിനുള്ള അസംസ്കൃത വസ്തുക്കൾ, സംസ്കരണ ശേഷി എന്നിവയിൽ സമാന്തര നിക്ഷേപം പ്രോത്സാഹിപ്പിക്കും. പ്രത്യേകിച്ച് അപൂർവ ധാതുക്കളിൽ അഥവാ റയർ എർത്ത്സിൽ. ചൈന വലിയ പ്രാധാന്യം നൽകുന്ന മറ്റൊരു മേഖലയാണ് ചിപ്പ് നിർമ്മാണം. ഇലക്ട്രിക് വാഹനങ്ങൾ മുതൽ ഗൈഡൻസ് സിസ്റ്റങ്ങളും അത്യാധുനിക റഡാറുകളും വരെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായ ലോകത്തിലെ അപൂർവ ധാതുക്കളുടെ ഭൂരിഭാഗവും ചൈന നിലവിൽ സംസ്കരിക്കുന്നു. ഓരോ A-35 ഫൈറ്റർ ജെറ്റിനും അതിന്റെ എഞ്ചിനുകൾ, സെൻസറുകൾ, ആയുധ സംവിധാനങ്ങൾ എന്നിവയിൽ 100 കണക്കിന് പൗണ്ട് അപൂർവ ഭൗമലോഹങ്ങൾ ആവശ്യമാണ്. മിസൈൽ പ്രതിരോധ ബാറ്ററികൾ, ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ, പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷനുകൾ എന്നിവയും അവയെ ആശ്രയിച്ചിരിക്കുന്നു. അപൂർവ ധാതുക്കളുടെ പേരിൽ ട്രംപ് ചൈനയുമായി ഇടഞ്ഞത് ഇവിടെ ഓർക്കേണ്ടതാണ്.
സമീപ വർഷങ്ങളിൽ ചൈന അതിന്റെ കയറ്റുമതിയിൽ നിയന്ത്രണം ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ അപൂർവ സംസ്കരണ സാങ്കേതിക വിദ്യകളെയും ഉൾക്കൊള്ളുന്നതിനായി കയറ്റുമതി നിയന്ത്രണ സംവിധാനങ്ങൾ വിപുലീകരിച്ചു. ലൈസൻസ് ആവശ്യകതകളും പുതിയ നിയമങ്ങളും ചേർത്ത് ആഗോള വിതരണത്തിൽ ചൈന സൂക്ഷ്മമായ സ്വാധീനം ചെലുത്തുന്നു. അതേസമയം US പ്രതിരോധ സംഭരണ നിയമങ്ങൾ വിപരീത ദിശയിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ അമേരിക്ക പോലും ചൈനയുടെ കാരുണ്യത്തിന് കാത്തുനിൽക്കുന്ന അവസ്ഥയാണ് അവരുടെ സ്വപ്നം. യുദ്ധമല്ല, ബുദ്ധിയും ബിസിനസ് മികവുമാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് ചൈനയ്ക്കറിയാം. ട്രംപിന് ആ ദിശയിലേക്ക് ചിന്ത പോയിട്ടില്ല എങ്കിൽ കൂടി. ഷീ ജിൻപിങ്ങിന്റെ 141 പേജുള്ള പദ്ധതി അടുത്ത 15 വർഷത്തേക്ക് ആവശ്യമായ പല വസ്തുക്കളും ചൈനീസ് നിയന്ത്രണത്തിൽ നിലനിർത്താൻ ലക്ഷ്യമിടുന്നു. യുദ്ധം വേണമോ വേണ്ടയോ എന്ന തീരുമാനം മാത്രമാകും മനുഷ്യൻ്റേത്. മറ്റു തീരുമാനങ്ങൾ AI-യും മെഷീൻ കൂട്ടാളികളും എടുത്തോളും. റോബോട്ടിക്സ്, AI എന്നിവയെ ഒരുമിപ്പിക്കുന്നതിൽ ചൈന വിജയിച്ചാൽ ലോകത്തെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുമെന്ന് സാരം. അമേരിക്ക ഇറാൻ യുദ്ധക്കപ്പലുകൾ മുക്കിക്കളയുമ്പോൾ വലിയ കളികൾക്കുള്ള അരങ്ങൊരുക്കുകയാണ് ചൈന. അപ്പോഴും ചൈനയുടെ പദ്ധതി പേപ്പർ പുലി മാത്രമാകുമോ എന്ന സംശയവും ഉയരുന്നുണ്ട്. സാങ്കേതിക വിദ്യയിൽ അവർ വളരെ മുന്നിലാണ് എന്നതിൽ തർക്കമില്ല. അതുപയോഗിക്കുന്ന മേഖലകളിലെ ഫലപ്രാപ്തിയിൽ എല്ലാവർക്കും യോജിപ്പില്ല. ഫോണുകളിലും പാവകളിലും മറ്റും അവരുടെ കഴിവ് ലോകത്തിന് മുന്നിലുണ്ട്. മികച്ച ഉൽപ്പന്നങ്ങളുടെ പതിപ്പ് നിർമ്മിക്കുന്ന അവരുടെ മിടുക്ക് പലപ്പോഴും അവയുടെ ഉപയോഗത്തിൽ ഉണ്ടാകാറില്ല. ചൈനീസ് കോപ്പി എന്ന പ്രയോഗം തന്നെ പണച്ചെലവ് അധികമില്ലാത്ത എന്നാൽ മോശം നിലവാരമുള്ള വസ്തു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇലക്ട്രോണിക്സ് രംഗത്ത് ചൈനീസ് കോപ്പികളും മികച്ചതാണ്. AI-യും സംയോജിക്കപ്പെടുമ്പോൾ ആ മികവ് ട്രാഫിക് സിഗ്നലുകളിൽ ഉൾപ്പെടെ ഫലപ്രദമാകുന്നുണ്ട്. സമീപകാലത്ത് ഫെയിൽഡ് ടെക്നോളജി അഥവാ പരാജയപ്പെട്ട സാങ്കേതിക വിദ്യ എന്ന ചീത്തപ്പേര് കേട്ടത് ചൈനയുടെ പ്രതിരോധ രംഗമാണ്. ചൈന അവരുടെ സുഹൃത് രാജ്യങ്ങൾക്ക് നൽകിയ മിസൈലുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും പരാജയപ്പെട്ടു. ഇറാൻ അമേരിക്കൻ വ്യോമാക്രമണത്തെ തടുക്കാൻ ഉപയോഗിച്ചത് ചൈന നൽകിയ HQ-9B, HQ-16, XQ-17AE തുടങ്ങിയവ അമ്പെ പരാജയപ്പെട്ടു. ആദ്യ ദിവസത്തെ ഇസ്രായേലി അമേരിക്കൻ സംയുക്ത ആക്രമണത്തിൽ തന്നെ അവ ഉപയോഗശൂന്യമായി. രണ്ടാം ദിവസം മുതൽ അമേരിക്കയും ഇസ്രായേലും തൊടുത്തുവിടുന്ന ഏറെക്കുറെ എല്ലാ ബോംബും ഇറാനിൽ പതിക്കുന്നുണ്ട്. ചൈന ഇറാൻ യുദ്ധത്തിൽ അവരുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ റിയൽ ടൈം ട്രയൽ ആണോ നടത്തിയത് എന്നും സംശയമുണ്ട്. ഇതേ സംവിധാനമാണ് കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഉപയോഗിച്ചത്. ഇന്ത്യയുടെ റാഫേൽ യുദ്ധവിമാനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവയ്ക്ക് കഴിഞ്ഞില്ല. ഇന്ത്യ വിചാരിച്ചിടത്തെല്ലാം ബോംബ് വർഷം നടത്തി. ആണവ കേന്ദ്രത്തിനടുത്ത് പോലും ഇന്ത്യൻ മിസൈലുകൾ നാശം വിതച്ചു. ബ്രഹ്മോസ് മിസൈലുകൾ എത്തേണ്ട ഇടങ്ങളിലെല്ലാം എത്തിച്ചു ഇന്ത്യ. ചൈനീസ് നിർമ്മിത മിസൈലുകളും പരാജയമായിരുന്നു. ചൈനയുടെ ആയുധങ്ങളുടെ ബലത്തിലാണ് പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്തത്. എന്നാൽ അവ ഉപയോഗശൂന്യമാണ് എന്ന് മനസ്സിലായതോടെ ഇന്ത്യയെ വിളിച്ച് യുദ്ധം നിർത്താൻ അപേക്ഷിക്കുകയായിരുന്നു. ഇതിനു പുറമെ ചൈന പാകിസ്ഥാനുമായി ചേർന്ന് വികസിപ്പിച്ച യുദ്ധവിമാനങ്ങൾ വാങ്ങിയ ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ വെട്ടിലായതായി റിപ്പോർട്ട് വന്നിരുന്നു. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം വിമാനം ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നും സ്പെയർ പാർട്സുകൾ കിട്ടാനില്ല എന്നും പരാതി ഉയരുന്നുണ്ട്. ചൈനീസ് സഹായത്തോടെ പാകിസ്ഥാൻ നിർമ്മിച്ച ഷഹീൻ 3 മിസൈൽ പരീക്ഷണത്തിനിടെ പൊട്ടിത്തെറിച്ചു. JF-17 ജെറ്റ് വിമാനം, FM-9 മിസൈലുകൾ, F-22P നാവിക കപ്പൽ തുടങ്ങിയവയെല്ലാം പരാജയപ്പെട്ട ചൈനീസ് ഉൽപ്പന്നങ്ങളാണ്. ബംഗ്ലാദേശ് ചൈനയിൽ നിന്ന് വാങ്ങിയ K-8W ജെറ്റുകൾ പലതും പരീക്ഷണങ്ങൾക്കിടെ നിയന്ത്രണം വിട്ട് തകർന്നിരുന്നു. 44 ചെറു രാജ്യങ്ങളാണ് ചൈനയുടെ ആയുധങ്ങൾ വാങ്ങിയത്. വിലക്കുറവാണ് പ്രധാന കാരണം. പക്ഷേ അവശ്യ സമയത്ത് ഉപയോഗപ്പെടില്ല എന്ന് പലതവണ തെളിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ ബൃഹത്തായ ചൈനയുടെ പഞ്ചവത്സര പദ്ധതി കേൾക്കുമ്പോൾ കോൾമേർ കൊള്ളിക്കുന്നതാണ് എങ്കിലും പ്രായോഗിക തലത്തിൽ എത്ര മികവ് കാട്ടുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം.